ഗോഡ് ഫിയറിംഗ്, ദൈവഭയം എന്നാണ് എല്ലാവരും പറയാറ്. ഭയമാണ് ദൈവത്തിന്. അതായത് ദൈവത്തിന്റെ അടുത്തേക്ക് പോകാൻ താല്പര്യമില്ല. അതാണോ? ദൈവത്തിലേക്ക് പോകാൻ മരിക്കാൻ ആർക്കും താല്പര്യമില്ലല്ലോ. മരിച്ച പോകുന്നത് ദൈവത്തിന്റെ അടുത്തേക്കല്ലേ, ഇഷ്ടം ദൈവത്തിന്റെ അടുത്തേക്ക്. മരിക്കാതിരിക്കാനല്ലേ നമ്മൾ ശ്രമിക്കുന്ന കാര്യം. അപ്പൊ ദൈവത്തിന് ഇഷ്ടമല്ല. ഷൈന്റെ ഒരു സങ്കല്പത്തിൽ ദൈവസങ്കല്പം എങ്ങനെയാണ്, അല്ലെങ്കിൽ ദൈവം എന്താണ് ഷൈൻ? ആക്ച്വലി നമ്മൾ മനുഷ്യരായിരിക്കുന്നത് കൊണ്ടും ഈ രൂപത്തിൽ ഇരിക്കുന്നതുകൊണ്ടും ദൈവത്തിന് മനുഷ്യന്റെ രൂപം അല്ലേ? അതെ. ശരിക്കും ആ രൂപത്തിലായിരിക്കുമോ ദൈവം? നമ്മളിപ്പോ ഉറുമ്പായിരുന്നെങ്കിൽ ദൈവത്തിന്റെ രൂപം ഉറുമ്പായനെ. നമ്മളിപ്പോ ആനയാണെങ്കിൽ ദൈവത്തിന്റെ രൂപം ആനയായിരുന്നേനെ അല്ലേ? നമ്മളുടെ ഇപ്പൊ ഏത് രൂപത്തിലാണോ അഹം ഞാൻ, ആ രൂപത്തിൽ തന്നെയാണ് ദൈവം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ആക്ച്വലി ദൈവവിശ്വാസികളാണോ? ചേട്ടൻ ദൈവവിശ്വാസിയാണോ? ഈ ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിനോടുള്ള വിശ്വാസമാണോ സ്നേഹമാണോ? ദൈവഭയം എന്നാണ് പറയാറ് സാധാരണ. ഗോഡ് ഫിയറിംഗ്, ദൈവഭയം എന്നാണ് എല്ലാവരും പറയാറ്. ഭയമാണ് ദൈവത്തിന്. അതായത് ദൈവത്തിന്റെ അടുത്തേക്ക് പോകാൻ താല്പര്യമില്ല. അതാണോ? ഇല്ല, ദൈവത്തിന്റെ അടുത്തേക്ക് പോകാൻ മരിക്കാൻ ആർക്കും താല്പര്യമില്ലല്ലോ. മരിച്ച പോകുന്നത് ദൈവത്തിന്റെ അടുത്തേക്കല്ലേ, ഇഷ്ടം ദൈവത്തിന്റെ അടുത്തേക്ക്. മരിക്കാതിരിക്കാനല്ലേ നമ്മൾ ശ്രമിക്കുന്ന കാര്യം. അപ്പൊ ദൈവത്തിന് ഇഷ്ടമല്ല. നമ്മുടെ നാട്ടിലെ ദൈവവിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവഭയത്തിൽ നിന്നുണ്ടായതും ദൈവത്തിന്റെ അടുത്തേക്ക് പോകാൻ ഒരിക്കലും ആഗ്രഹിക്കാത്തതുമാണ് അല്ലേ? അതെ. നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്കോ സാമീപ്യത്തിലേക്കോ എത്താനല്ലേ നമ്മൾ ആഗ്രഹിക്കുക. അങ്ങനെ ഒരു മതങ്ങളും പഠിപ്പിക്കുന്നില്ല. നന്നായി ജീവിച്ചാൽ കുറെ കാലം ഇവിടെ ജീവിക്കാം പഠിപ്പിക്കണം. അപ്പൊ മോശമായിട്ട് ജീവിക്കുന്ന കുറച്ച് ഞങ്ങളെ പോലുള്ളവരല്ലേ ദൈവത്തിനെ ശരിക്കും സ്നേഹിക്കുന്നവര്. മോശമാണോ ഷൈൻ? മോശം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മോശം, എനിക്കങ്ങനെ തോന്നിയില്ല. അപ്പൊ പിന്നെ എന്താ പ്രശ്നത്തില് എല്ലാ കേസും സോൾവ്. എനിക്കങ്ങനെ നമ്മൾ എന്നോട് പറയും, നീ എന്തിനാണ് ഈ വലിച്ച് സ്വയം ശരീരം കേടാക്കുന്നതെന്ന്. ശരീരം കേടായാൽ പെട്ടെന്ന് ദൈവത്തിന്റെ അടുത്തേക്ക് എത്താം. ശരിക്കും ദൈവവിശ്വാസികൾ ആരാ? അതായത് ഡെയിലി നന്നായി ജീവിച്ച് ഹെൽത്ത് ഒക്കെ നോക്കി ദൈവത്തിന്റെ അടുത്ത്, ദൈവമേ എനിക്ക് നല്ലെല്ലാം തരണേ, അനുഗ്രഹങ്ങൾ തരണേ, ആയുസ് തരണേ. എടാ നിനക്ക് ആയുസ് വേണം, അപ്പൊ എന്റെ അടുത്തേക്ക് വരുന്നില്ലേ എന്ന് ദൈവം ചോദിച്ചാൽ എന്താ ചെയ്യാം നമ്മള്? അയ്യോ അത് വേണം, ദൈവം അവിടെ ഇരുന്നോ, ഞാൻ അവിടെ ഇരുന്നോ അല്ലേ? അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ നമ്മുടെ വിശ്വാസം.